എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഫിഷ് ഫ്രൈ ആണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തിലാപ്പിയ മീനാണ്. 1 കിലോയാണ് എടുത്തിരിക്കുന്നത്. മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ വരഞ്ഞെടുക്കാം. 2 മീനാണ് ഉള്ളത്. ഇത് രണ്ടും ഇതുപോലെ തന്നെ നന്നായിട്ട് വരഞ്ഞെടുക്കണം. ഈ മീൻ വെട്ടി ക്ലീൻ ചെയ്തതിന് ശേഷം 10 മിനിറ്റ് വിനാഗിരി ഒഴിച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. ചേറുചൊവയുണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വിനാഗിരി ഇട്ട വെള്ളത്തിൽ മുക്കി വയ്ക്കുന്നത്. ഇനി ഈ മീൻ ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായ മസാല തയ്യാറാക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 10 വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്ത പേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ അരിപ്പൊടി, ഇനി ഇത് സ്പൂൺ കൊണ്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പൊടികളെല്ലാം കൂടി ഈ പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മീനിനും മസാലയ്ക്കും ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടികളെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മീനിലേക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. വരഞ്ഞു വെച്ചിരിക്കുന്ന മീനിലേക്ക് ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കാം. മീൻ വരഞ്ഞു വെച്ചിരിക്കുന്നതിനകത്തേക്കൊക്കെ നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വറുത്ത് കഴിയുമ്പോൾ ഈ മീനിന് നല്ല രുചിയാണ്. ഇത് ചെയ്തെടുക്കാനായിട്ട് അധിക സമയമൊന്നും വേണ്ടി വരില്ല. ഇതുപോലെ മീനിനകത്തൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. മീനിന് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഈ പാനിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീൻ പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്.
ഇനി ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൂടി വേവിക്കണം. അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇത് മറിച്ചിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കണം. വളരെ ടേസ്റ്റിയായ തിലാപ്പിയ ഫിഷ് ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇതുപോലെ തക്കാളിയും സവോളയും ഒക്കെ കൊണ്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കഴിക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി ഒഴിച്ച് കഴിക്കാൻ നല്ല രുചിയാണ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.